യൂറോപ്പിലുള്ള എന്റെ മോന്റെ കൊച്ചിന്റെ നൂലുകെട്ട് കിടക്ക് ഈ മാസം 29-ാം തീയതി യൂറോപ്പിൽ വെച്ച് നടക്കുവാണ്. പക്ഷെ എനിക്ക് വരാൻ പറ്റൂല. ഒരു കേസ് തോറ്റുകൊണ്ട് എന്റെ പാസ്പോർട്ട് കോടതി തന്നെ സറണ്ടർ ചെയ്ത് വെച്ചേക്കാം. അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റൂല. അല്ല, വക്കീലിനെ വിളിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് ആ നൂലുകെട്ടിന് യൂറോപ്പിലോട്ട് പോകേണ്ടതാണ്. ഒരു നിസ്സാര കേസിന്റെ പേരിൽ ഇപ്പൊ എനിക്ക് ഈ ഒരു കേസ് വന്നു കഴിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് കയറി പോകാൻ പറ്റുമോ? നിസ്സാര കേസാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്ക് എന്താ സംഭവിച്ചെന്ന്. നിസ്സാര ഒരു കേസ് തന്നെ. ഒരാൾ ചോറ് തിന്നോണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അയാളുടെ നെറുകം നെല്ലിൽ ചോറ് കയറി. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന എന്താണ്? നേരെ തലയ്ക്ക് ഒരു അടി വെച്ച് കൊടുക്കും. അത്ര ഞാൻ ചെയ്തോളൂ. അത് ഉള്ളം കൈ വെച്ച് അടിക്കണം, അല്ലാതെ കുടിക്കാൻ പറ്റുന്ന സ്റ്റീലിന്റെ ജഗ്ഗെടുത്തല്ല അടിക്കാനുള്ളത്. അതുകൊണ്ട് എന്താ ആൾ ആശുപത്രിയില്ല. ശങ്കരൻകുട്ടി ചേട്ടൻ ഇപ്പൊ കോമയാ. എന്റെ ഒറ്റ അടി കൊണ്ട് പുള്ളിക്കാരൻ മതം മാറിയോ? ശങ്കരൻകുട്ടി ഇപ്പൊ തോമയാന്ന് പറഞ്ഞു. തോമയെന്നല്ല പറഞ്ഞത്, കോമയാന്ന്. അവിടെ കിടന്നോണ്ടാ പുള്ളി പോലീസിന് മൊഴി കൊടുത്തേക്കുന്നത് താൻ അടിച്ചെന്ന്. എടോ, അത് സംഭവം എന്ന് പറഞ്ഞാൽ ആകെപ്പാട് ടെൻഷൻ കൊണ്ടാണ്. 12 കോടി രൂപ ആസ്തിയുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ബുദ്ധിയില്ലല്ലോ. അങ്ങനെ പറയുന്നത് എന്തിനാണ് വക്കീൽ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് സത്യം പറഞ്ഞ ഈ കേസിൽ നിന്ന് വക്കീൽ എങ്ങനെയെങ്കിലും എന്റെ ഊരി തന്ന വക്കീലിന് ട്രീറ്റാണ്. എന്ത് ട്രീറ്റ്? സിറ്റിയിലെ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കുന്നു. നമ്മൾ രണ്ടുപേരും ശിവാശ്രീകൾ അടിക്കുന്നു. കുടുംബത്തെ മറന്നൊരു പരിപാടിക്ക് ഞാനില്ല. ഞാൻ അവളെ തലയത്തോട് സത്യം ചെയ്താണ്. ഞാൻ ഒരു തുള്ളി മദ്യം കൈകൊണ്ട് തൊടൂലെന്ന്. അതുകൊണ്ട് വെള്ളമടി പരിപാടി വേണ്ട. എന്റെ വക്കീൽ ഇപ്പൊ ഞാൻ ഈ കേസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു ഒന്ന് പറ. നമുക്കൊരു സാക്ഷിയെ കൊണ്ടുവന്ന തീരാന്നുള്ള വിഷയമുള്ളൂ. സാക്ഷിയിൽ എനിക്ക് വിശ്വാസമില്ല. എന്താ? സാക്ഷി തലേ വീണാണ് എന്റെ അച്ഛൻ മരിച്ചത്. ഏത് കേസിലെ? കേസിലെ സാക്ഷിയല്ലേ? പിന്നെ അച്ഛന് പണ്ടൊരു പെട്ടിക്കടയായിരുന്നു. ആ പെട്ടിക്കട അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് മറ്റേ കമ്പനിക്ക് വലിച്ചു ഊരിയപ്പോഴത്തേക്ക് ആ പലകയുള്ള സാക്ഷി വന്ന് നേരെ ഉച്ചയിൽ വീണപ്പോഴത്തേക്ക് അത് വീണാണ് അച്ഛൻ മരിച്ചത്. അത് സാക്ഷ്യ. എത്ര രൂപയുണ്ട് ബാങ്ക് ബാലൻസ്? 15,000. 12 കോടിയുണ്ട്. 1 ലക്ഷം രൂപ ഞാൻ അഡ്വാൻസ് തന്നിട്ടില്ലായിരുന്നു. തന്നു. ഇനി പറ, ഇക്ഷയാണോ ഇക്ഷിയാണോ? 1 ലക്ഷം രൂപ തന്ന സ്ഥിതിക്ക് ഇക്ഷി. അതാ കാശുണ്ടെങ്കിൽ നമുക്ക് എന്തും മാറ്റിയെടുക്കാം. പിന്നെ കേസ് ഊരി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വഴിയുണ്ട്. പ്രതിക്ക് മാനസിക രോഗം ഉണ്ടെന്ന് കോടതി വരുത്തി തീർത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഊരി എടുക്കാം. പ്രതിക്ക് മാനസിക രോഗം. പക്ഷെ നിങ്ങൾക്ക് മാനസിക രോഗം ഇല്ല. എന്തോ കുതിരോട്ടം പപ്പുവിന് ഇമിറ്റേറ്റ് ചെയ്യുന്ന? അല്ല, പിന്നെ മാനസിക രോഗി ഇതാ. മാനസിക രോഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല. മനസ്സിലായില്ല? ഞാനാണ് ബാക്ടീരിയ. 100% ബാക്ടീരിയകളിൽ എത്ര ബാക്ടീരിയ ഞാനുണ്ടെന്ന് അറിയുമോ? നാട്ടിൽ സൂര്യനില്ല, പത്രപതാകെ മതി, രാജം പറഞ്ഞത് കേട്ടോ. രാജാവ് ഓടിവാ, രാജാവ് മന്ത്രി ചത്തു വീണു. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്. മാനസിക രോഗം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രിയിലോട്ട് പോകാൻ പറ്റൂല. ആര് പറഞ്ഞു എനിക്ക് മാനസിക രോഗമാണ്? എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ഞാനിവിടെ മാന്യനായിട്ട് നിൽക്കുന്നു. 12 കോടി രൂപ ആസ്തിയുള്ള ഒരു കണ്ണ മുതലാളിയാണ് ഞാൻ. മനസ്സിലായി? കണ്ണ മുതലാളിയല്ല, ഗ്ലാസ് എടുത്ത് തലയടിച്ച നീ മൊണ്ണ മുതലാളിയാണ്. അല്ലെങ്കിൽ ആരും അങ്ങനെ ചെയ്യണം. അതങ്ങനെ ചെയ്യുന്ന ഒരു മനഃപൂർവ്വം അല്ലല്ലോ, അവർ അബദ്ധം പറ്റിപ്പോയതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ടെൻഷൻ വേണ്ട, വഴി ഉണ്ടാക്കാം. എന്തുവാ? നമുക്ക് കള്ളസാക്ഷി പറയുന്ന ആളുണ്ടല്ലോ. ഈ കള്ളസാക്ഷി പറയാൻ ആളുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ ഇതുവരെ വന്നിട്ടും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല. പിന്നെ പുള്ളി പറഞ്ഞതാ. കള്ളസാക്ഷിയിൽ ഇത്രയും സത്യസന്ധത കാണിക്കുന്ന വേറെ ഒരുത്തം വേറെ ലോകത്തില്ല. പിന്നെ എന്തോ പുള്ളിയുടെ പേര്? ഹരിചന്ദ്രൻ. കൊള്ളാം. കള്ളസാക്ഷി പറഞ്ഞതിന് ഇടാൻ പറ്റിയ പേരാണ് ഹരിചന്ദ്രൻ. പിന്നെ ഞാൻ ലോ കോളേജ് പഠിച്ചപ്പോ എന്റെ സീനിയർ ആയിട്ട് വന്ന ആളല്ലേ. എന്റെ അച്ഛനായിട്ട് വന്ന് എനിക്ക് പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ട ആളാ. ഞാൻ വിചാരിച്ച എന്റെ അച്ഛനാണെന്ന്. അത്ര കള്ളൻ. പിന്നെ സ്പീക്കർ. ഹലോ 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 സാറേ, ഞാൻ സാറിന്റെ കാര്യം ഇപ്പൊ മനസ്സിൽ വിചാരിച്ചുള്ളൂ. കള്ളവാ വിചാരിച്ചിട്ടില്ല. അത്ര കള്ള ഞാൻ പറഞ്ഞില്ലേ. മനസ്സിലായി. ഞങ്ങൾ നിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ആണോ? എവിടെയായി? എന്റെ സാറിന്റെ ഓഫീസിന്റെ തൊട്ടു മുമ്പില്. കള്ളവാ ചുമ്മാ വീട്ടിൽ നിന്ന് പോലെ ഇറങ്ങിയിട്ടില്ല. എന്റെ പൊന്നെ അങ്ങനെ പറയരുത്. ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ഓഫീസിലോട്ട് ഇനി കയറി പോരെ കേട്ടാ. പിന്നെ അറിയാലോ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്. കോടതിയിൽ തകർത്ത വാദം നടക്കും. ഞാൻ ഇടയ്ക്കൊന്ന് വെള്ളം കുടിക്കും. അല്ലല്ല, എനിക്ക് കല്ലിന്റെ പ്രശ്നമുണ്ട്, വെള്ളം കുടിച്ചേ പറ്റൂ. അവിടെ നിന്നുണ്ട്. ഈ കേസിൽ എന്തെങ്കിലും എനിക്കെതിരായിട്ട് വിധി വന്നു കഴിഞ്ഞാൽ ആ കല്ലെടുത്ത് ഞാൻ നിന്നെ അറിയിക്കാം. അതവിടെ നിൽക്കട്ടെ. അതെ, വന്ന് സാക്ഷി വന്ന്. പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. നമസ്കാരം. എന്റെ പൊന്നോ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് 5 പൈസ ഇല്ല കയ്യില്. അവസാനം അവിടുന്ന് ഇവിടുന്നൊക്കെ കടവും വരെ മേടിച്ച് 3000 രൂപ ഊബറെടുത്ത് ഇങ്ങ് വന്ന്. ഏതോ ബൈക്കിൽ ലിഫ്റ്റ് അടിച്ചു വന്നിട്ട് കള്ളവേ പറയൂ. വല്ലതും കഴിച്ചോ? അയ്യോ, ഒന്നും കഴിച്ചിട്ടില്ലേ, കരിമ്പട്ടിണി. കോടതിയുടെ ഫ്രണ്ടിൽ എന്റെ പേരും 4 പൊറോട്ട 2 ചിക്കൻ ഫ്രൈ കുറഞ്ഞതായിരിക്കും. സാറേ, ഞാൻ ഈ കോടതിയിലേക്ക് കയറി വന്ന വഴിക്ക് നമ്മുടെ പഴയ മജിസ്ട്രേറ്റാമൻ എന്നെ കടുപ്പ കള്ളാന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വിളി. ഞാൻ ഒരൊറ്റ കെട്ടിപ്പിടുത്ത ഒരൊറ്റ ഉമ്മ അങ്ങ് വെച്ചു കൊടുത്ത്. ജഡ്ജി തൂക്കിക്കൊല്ലാതെ സാറേ, സാറിനറിയാമോ, രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കിയപ്പോ ഭാര്യ ചോദിച്ചു, ഇന്ന് ഏത് വക്കീലിന്റെ ഒപ്പം? ഞാൻ പറഞ്ഞു നമ്മുടെ സുരേന്ദ്ര വക്കീലിന്റെ ഒപ്പം.
അപ്പൊ പുള്ളിക്കാരി പറയാ പുള്ളി ചതിക്കും, പൈസ തരില്ല, പറ്റിക്കുന്നു. ഞാൻ പറഞ്ഞു പോടി പുള്ളി ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവരാ. കള്ളമല്ല, ഞാൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞു. കള്ളമൊന്നുമല്ല. കറക്റ്റ് കള്ളസാക്ഷി. പുള്ളിക്ക് എത്ര രൂപ വേണമെന്നുള്ള കാര്യം ചോദിക്കാം. അറിയാലോ, ഞാൻ ആവശ്യമില്ലാത്ത വർക്കിന് വിളിക്കൂല. എത്ര വാങ്ങി തരണം? സാറ് പറ. നീ ഒരു വില പറ. സാറ് പറഞ്ഞോ. ഒരു 50,000 രൂപ വാങ്ങിച്ചു തരാം. അത് പോരാ, ഒന്ന് പൊക്കി പറ. 50,000 രൂപ വാങ്ങിച്ചു തരും. എന്നെ പൊക്കി പറയാനല്ല പറഞ്ഞു, പൈസ കയറ്റി പറയാൻ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഒരു 60,000 രൂപ വാങ്ങി തരും. 60. ഓക്കെ ആണോ? ഒതുങ്ങി 60, കുഴപ്പമില്ല. ശരി, ബലം പിടുത്തമായിരുന്നു. സംസാരിച്ച് ഡീൽ ചെയ്തിട്ടുണ്ട്. 80 നടക്കും. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, കണ്ണം മുതലാളി 12 കോടിയുടെ ആസ്തി എനിക്കുണ്ട്. ഹലോ, പൈസ എനിക്കൊരു പ്രശ്നമല്ല. ഒരു 2 ലക്ഷം രൂപ അങ്ങോട്ട് തരും. പിന്നെ ഞാൻ 1 ലക്ഷം രൂപ അഡ്വാൻസ് തന്നു തിരിച്ചു തന്നെ. ഞാൻ വേറെ വക്കീലിൽ പോയി കേട്ടോ. എന്തെങ്കിലും പറഞ്ഞ 1 ലക്ഷത്തിൽ പിടിച്ചോളൂ. കാശിന്റെ കാര്യത്തിൽ കോടി 2 ലക്ഷം പ്രശ്നം തീർന്നില്ലേ? പിന്നെ അത്രേ ഉള്ളു കാര്യം. അതെ, സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കൊച്ചിന്റെ നൂലുകെട്ട് അവിടെ നടക്കുവാണേ. കുറവാണ്. അപ്പൊ അത് ചടങ്ങ് നടക്കണമെന്നുണ്ടെങ്കിൽ താങ്കളൊന്ന് കനിയണം. ഞാനാണോ കൊച്ചിന്റെ അച്ചാച്ച നൂലേട്ടാനായിട്ട്? സംഭവം ഞാനിപ്പോ ഒരു കുരുക്കി കിടക്കുവാണല്ലോ. അപ്പൊ ഈ നൂലുകെട്ട് അവിടെ നടക്കുവാണല്ലോ. അപ്പൊ ഈ കുരുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അഴിച്ചു തരണം. കെട്ടിക്കഴിഞ്ഞാൽ അത് കുരിക്കാവോളൂ, എന്നല്ല അഴിക്കാൻ പറ്റുള്ളൂ. 28 കെട്ടിന്റെ നൂല് കുരിക്കുന്ന കാണുകയാണ് ഞാൻ. അതായത് ഈ കൊച്ചിന്റെ നൂല് കെട്ട് കിടക്കുന്ന സ്ഥലമില്ലേ, അവിടെ എനിക്ക് ചെല്ലണം. കൊച്ചിന്റെ അരയിലേക്ക് കയറ്റി ഇരുത്തട്ടെ, അവിടെ വെച്ചല്ലേ നൂല് കെട്ടണത്. അവർക്ക് ലീവില്ല. ആർക്കാ? അവരിങ്ങോട്ട് നാട്ടിലോട്ട് വരത്തില്ല, മോനും മരുമോളും ഒന്നും. അതിനാ വരുന്നത്. സാറ് കേസ് തീർന്ന് അങ്ങോട്ട് പോവല്ലേ? നടക്കും തോന്നില്ല. ഇപ്പം വേറെ റൂട്ടിലോട്ടൊക്കെയാണ് എവിടെ പോകും? ഒരു കയറ് മേടിക്കാനുണ്ട്. എന്തിനാ കൊടുക്കാറുള്ള? ഇതാണുള്ളത്, ഞാൻ തന്നെ കൊണ്ട് കൊടുക്കാം. ഇവനായിട്ട് എന്നെ ആ റൂട്ടിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ്. ഞാനൊരു വക്കീലല്ലേ, എനിക്ക് അറിഞ്ഞൂടെ നിങ്ങളെ ഊരിക്കൊണ്ട് വരാൻ? എന്റെ സുഹൃത്തെ, നിങ്ങളിപ്പോ വക്കീലാണെന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ്. ആവശ്യമില്ല, ഡൗട്ടാണ്. ഇതൊന്നുമല്ല വക്കീല്, ഈ സാറിന്റെ അച്ഛൻ വളരെ പ്രഗത്ഭനായ വക്കീലല്ലായിരുന്നു. പിന്നെ അല്ല പറഞ്ഞു കൊടുക്കും. കോടതിയിലെ കിടുകിട വിറപ്പിച്ചിട്ടുള്ള വക്കീലാ. അത്രയ്ക്കും പ്രഗത്ഭനായ വക്കീലായിരുന്നു. പിന്നെ 96-ല് ഈ സാറായിരുന്നു ജഡ്ജി. അന്നാണ് അവിടെ കോടതിയിൽ ഫാൻ മാറ്റിയിട്ട് AC കൊണ്ടിരുന്നത്. നേരെ കൊണ്ടുപോയി 16-ല് കൂട്ടിയങ്ങിട്ട് കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. കോടതി ഗുമസ്തരൊക്കെ അതല്ലേ ഞാൻ പറഞ്ഞ കിടുകിട വിറപ്പിച്ച വക്കീലെന്ന്. മോനും മരുമോൾക്കും അവിടേക്കൊന്നും ലീവില്ല. അവര് വരണ്ട, സാർ അങ്ങോട്ട് പോവല്ലേ? അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതിനുള്ള റൂട്ട് ഇപ്പൊ ഇവൻ ഉണ്ടാക്കി കൊണ്ടുവരുവാണ്. ഇത് പൊളിക്കുവൻ. സാർ ടെൻഷൻ അടിക്കാതെ, ഞാൻ പറഞ്ഞോളാം. ഞാൻ കോർട്ട് കയറ്റി ജഡ്ജി നിർത്തും. ജഡ്ജി എന്തെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും? ഒരു ക്വാർട്ടർ അൽഫാം വേണമെന്നേ പറയും. അതാണാ പറഞ്ഞത്. പിന്നെ ഫുള്ള് മേടിച്ചു കഴിഞ്ഞാൽ ഈ മൊത്തം ഞാൻ തിന്നില്ല. ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതുപോലെ അങ്ങ് തലയ്ക്കകത്തോട് വെച്ചാൽ മതി. ഓർമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഓർമ്മയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഓർമ്മക്കുറവൊക്കെ ഉണ്ട് ഈ പ്രായത്തിന്റെ. വലിയ ചന്ദനാദി ബെസ്റ്റാ. പക്ഷെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവര് തരില്ല. അതെന്താ? അവര് തീരെ ചെറിയ ചന്ദനാദിയാണ് എനിക്ക് എടുത്തു തരുന്നത്. അതല്ലേ ഞാൻ പോകത്തത്. ഒരു കാര്യം, മുതലാളി ടെൻഷൻ അടിക്കാതിരിക്കും. നിങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചിരിക്കും. ഞാനൊരു ഫയൽ എടുത്തിട്ട് പെട്ടെന്ന് വരാം. അതെന്തൊരു വർത്തമാനം. എന്താ? ഒരാൾ ഇവിടെ കേസിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരുങ്ങിയിരിക്കുന്ന സമയത്താണ് ഈ ബുക്കൊക്കെ വായിക്കാനായിട്ട് പോകുന്നത്. അതെ, ഇയാളോട് എനിക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞ് വേറെ ആരെങ്കിലും സാക്ഷി പറഞ്ഞിട്ട് വിളിച്ചാൽ മതിയായിരുന്നു. അതെ, എനിക്കത് സംസാരിക്കാറേ എന്തോ മുഖത്ത് നോക്കി സംസാരിക്കാനാണ് താല്പര്യം. ഇത് ശരിക്കും എന്താ സംഭവം? സംഭവം എന്താന്ന് വെച്ച് കഴിയുവാണെന്നുണ്ടെങ്കിൽ ഒരാള് ചോറ് കഴിക്കാനിരുന്നു. തൊട്ടടുത്ത് ഞാനുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ചോറ് നന്നായുള്ളൂ. ഒന്നും മനസ്സിലായില്ല, തെളിച്ചു പറ. അതായത് ഒരാള് ചോറുണ്ണാനായിട്ട് ഇരിക്കുവായിരുന്നു. അത്രേ ഓക്കെ. ആ സമയത്ത് തൊട്ടടുത്തിരുന്ന ആള് ചോറ് കഴിച്ചപ്പോഴത്തേക്ക് എന്റെ ദൈവമേ, ഇതൊന്ന് കറക്റ്റാക്കി പറ, എനിക്ക് കിട്ടണില്ല, മനസ്സിലായില്ല. ചോറുണ്ടെന്നുള്ള മനസ്സിലായ? അത് മനസ്സിലായി. നിറകന്തലേക്ക് അറിയുന്നുള്ള മനസ്സിലായി? അതും മനസ്സിലായി. ഒന്ന് കാണിക്കും, ഞാൻ പറഞ്ഞു തരാം. സങ്കല്പം ഞാൻ ചോറിനോണം. ഓക്കെ, ചോറ് ഞാനോർത്ത് ആക്റ്റീവ ഷാട്ടായതാണ്. ഇങ്ങനെ വന്നിരുന്ന സമയത്ത് നമുക്ക് നിറങ്ങുന്നതിലേക്ക് അറിയില്ല. രക്ഷപ്പെടുന്നത് പെട്ടെന്ന് എന്നെ കിട്ടിയില്ല. അവിടെ ഇരുന്നൊരു ചെക്കോട്ടായിരുന്നു, അതെടുത്ത് ഒറ്റടി. ഇത്ര ഉള്ള കാര്യം കണ്ടോ? പുള്ളിക്ക് വരുന്നൊരു തമാശയായിട്ട് തോന്നിട്ടുള്ളൂ. എന്നിട്ട് മറ്റേ പുള്ളിക്കാരനെ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് നേരെ അങ്ങോട്ട് ഇവിടെ പോകാനുള്ളതല്ലേ, ഒരു കാര്യമില്ല. ഉറങ്ങാതെയാണ് വന്നത്. ഹലോ 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 പോകാം, അതായിരിക്കും നല്ലത്.
ആ പൈലല്ലേ കിട്ടി, പൈലല്ലേ കിട്ടി. ഒന്നുമില്ല, എല്ലാ പേപ്പറും റെഡിയാണ്. നമ്മൾ 3 പേരും കൂടെ നേരെ പോകുന്നു. 2 പേര് പോയ കുഴപ്പമുണ്ട്. 2 പേര് പോയാലോ? ഞാൻ നിങ്ങളും പോയ സാക്ഷി പറയണ്ടേ? അല്ല, ഈ 3 പേര് പോയി കഴിഞ്ഞാൽ അത് പണ്ട്. ആ. ഇത് 3 പേര് പോയേ പറ്റൂ. ആണോ? പിന്നെ എന്റെ കിരീടത്തിലൊരു കൊണ്ടുപോൽ കിട്ടുന്നതിൽ നിനക്ക് വിഷമമുണ്ടല്ലടാ? അല്ലടാ? അല്ല, പൊന്തൂല് ചിലപ്പോ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ത് പ്രശ്നം? ഈ കിരീടത്തിന് പൊന്തൂല് കിട്ടാൻ സാധ്യതയുള്ള ഒരാളുണ്ടായിരുന്നു, ഒരു പൊന്തൂവൽ പറവ. അതായത് ആ പറവ തന്നെ വന്ന് ഗ്ലോബേട്ട് തലയിടിച്ച് എങ്ങോട്ടോ വീണു. മനസ്സിലായില്ല. ഈ ഒരു കേസ് തലയടിച്ചുള്ള എന്റെ പേരിലുണ്ടല്ലോ. ഉണ്ട്. 2 കേസായി കഴിഞ്ഞാൽ ശിക്ഷ എങ്ങനെയോ? 14 കൊല്ലം കിടക്കേണ്ടി. ആണോ? പിന്നെ ഒരു കയ്യബദ്ധം പറ്റി. എന്ത് കയ്യോ? ആണ്ടെ കോട്ടിന്റെ അടി കിടപ്പോട്ട് ഒന്നില്ല. പിന്നെ ചുമ്മാ ഞാൻ ഇവിടെ നിന്നപ്പോഴത്തേക്ക് ആ പുള്ളിക്കാരുടെ അടിക്ക് ഇത് എങ്ങനെയാ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞു കൊടുത്താണ്. പുള്ളിക്ക് മനസ്സിലായില്ല. ഗ്ലോബ് എടുത്ത് ഞാനൊന്ന് അടിച്ചു കാണിച്ചു കൊടുത്തു. ഒന്നും ചെയ്തിട്ട് മനസ്സിലായില്ലടാ, ബോധമില്ലാത്തവന്. ഈ കിടക്കുന്ന ആരെന്നറിയാമോ? സാക്ഷി പറയേണ്ടവനാണ്. ഒന്നാ എന്റെ ദൈവമേ. ഹരിചന്ദ്ര, ഹരിചന്ദ്ര, എടാ കള്ളസാക്ഷി പറയുന്ന ഹരിചന്ദ്രടാ. എഴുന്നേക്കടാ. ചത്തില്ല, ചത്തിനെ കാണിച്ചെന്നെ ഞാൻ നിന്നു. ദൈവമേ. ചന്ദ്ര, ഓ ഭാഗ്യം. കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങൾക്കറിയാമോ, എന്താ? എന്റെ അച്ഛനും അമ്മ പോലും ഒരു ഈർക്കളി എടുത്തു വരെ എന്നെ ഇതുവരെ നോച്ചിട്ടില്ല. പോട്ടറ ഈ അമ്മച്ചി എന്നെ തല്ലി. അമ്മച്ചിയാ? അച്ചായി, ലളിതാന്റി എന്നെ തല്ലി ചക്കക്കുരു മാങ്ങയും വെച്ച കൂട്ടാനെടുത്തു പറഞ്ഞിട്ട് ഈ അമ്മായി എന്നെ തല്ലേ, എന്നെ തല്ലി. ഹരിചന്ദ്ര, നീ മറ്റേ സാക്ഷി പറയുന്ന ആള്. പള്ളി പെരുന്നാളിന് പോകാ, എനിക്ക് ബസ് മേടിച്ചതാ. പള്ളി പെരുന്നാളിന് നടക്കണത്. ഹരിചന്ദ്ര, നീ മനസ്സിലാക്ക്, നീ മറ്റേ സാക്ഷി പറയുന്ന ആള്. ഹരിചന്ദ്രന്ന് വിളിക്കല്ലേ? പിന്നെ കുട്ടു കുട്ടു കുട്ടുവാ? ഏത് കുട്ടു? കുട്ടുമോന്ന് വിളിക്കേ. ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ചുമ്മാ ഗ്ലോബ് എടുത്തിട്ട് ചുമ്മാ കാറിൽ ചെന്ന് കയറുമ്പോ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് തന്നെ ഊരാനല്ലേ ഞാൻ വിളിച്ചോണ്ട് വന്നത്. എന്നിട്ട് നീനാണോ കാണിച്ചു വെക്കുന്നത് ഇവിടെ? എനിക്കറിഞ്ഞൂടെ ഈ പുള്ളിക്കാരി ഇതിപ്പോ ഓരോരോ ക്യാരക്ടറായിട്ട് വന്നോണ്ടിരിക്കുവാണല്ലോ. ഹരിചന്ദ്ര, ഓക്കട കല്യാണത്തിന് പൈസ മേടിച്ചിട്ട് 1 മാസം കഴിഞ്ഞു. എടാ ക്ഷമിക്കണ, പൈസ എടുക്ക, പൈസ എടുക്ക, പൈസ എടുക്ക, പൈസ എടുക്ക, പൈസ എടുക്ക. നീ പള്ളിയിലപ്പോ വന്ന് ഞാൻ ഇന്നലെ വന്ന് നല്ല ബീഫും കപ്പയും എടുക്കട്ടെ. ഹരിചന്ദ്ര, നീ എന്തുവാടാ ഈ പറയുന്നത്? എനിക്ക് കേട്ടിട്ട് പേടിയാവുന്നു. അമ്മേ നാരായണ, ഇതിന് നീ ഒരു സമാധാനം ഉണ്ടാക്കും. എനിക്കാണെങ്കിൽ ഭ്രാന്ത് കയറിയിട്ടേ. വടം പൊട്ടിച്ച് പശു പോയി വാ. KSRTC കറണ്ട് ബില്ലടിക്കാൻ ആള് വന്നേക്കണെന്ന് ഇവിടെ വന്നിരിക്കണോ? എന്നെ വർത്താനം പറഞ്ഞോട്ടി. സുബച്ചിട്ടേ, സുബച്ചിട്ടേ, പറ്റിട്ടേരാ തേങ്ങ പറ്റിട്ട. എന്നാ പോണ്ടേ? പോണ്ടേ? എവിടെ? സെക്രട്ടേറിയറ്റിൽ നിന്ന് തറന്ന ഇയാളിത് എന്ത് തേങ്ങയാണോ പറഞ്ഞോണ്ടിരിക്കുന്നത്? പൊട്ടാച്ചി. അതെ, കോടതി പോണ്ടേ? കോടതി പോകണ്ടേ? സാക്ഷി പറയണ്ടേ? യൂറോപ്പിന് പോകണ്ടേ? ഹരിചന്ദ്ര, ആ നോർമലായ പിന്നെ എന്റെ ഹരിചന്ദ്ര, 5 മിനിറ്റ് ഞാൻ എന്റെ ടെൻഷൻ അടിച്ച് പോയ ഹരിചന്ദ്ര. പേടിച്ചു പോയോ? മുതലാളി ആകെ വിഷമിച്ച് പേടിച്ച് നിൽക്കുക. മുതലാളി പോയി കാര്യം ഞാൻ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട് പുള്ളി. ചെല്ലു 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 ചെല്ലു, പോയി സംസാരിച്ച്. സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെന്റിമീറ്റർ വേണം. പവിത്ര, ഇതാരാ ഈ ചാരവും അസ്ഥി കഷ്ണവും ഇവിടെ കൊണ്ടുപോയിട്ടത്? അവൻ നോർമലായിട്ടല്ലേ നിന്റെ അടുത്തോട്ട് വന്നത്? ആര് നോർമൽ? അവൻ നോർമലായിട്ടല്ലേ നിന്റെ അടുത്തോട്ട് ഞാൻ പറഞ്ഞോട്ട്. പിന്നെ എന്നിട്ടാണ് ഈ ചാര ഇട്ട് ഇവിടെ കത്തിച്ചോണ്ട് ബോധമുള്ള ആരെങ്കിലും ചെയ്യൂടാ ഇവിടെ? നീ ഇവിടെ വന്നിട്ട് ബോധമുള്ള ആരെങ്കിലും ചെയ്യൂടാ? ആവശ്യമില്ലാത്ത വർത്തമാനം പറയും. കൊണ്ടുവന്ന സാക്ഷിയെ തലവിട്ട് അടിച്ചു നീ ന്യായം പറയണം. നീ എന്നെ ഉണ്ടാക്കിയിട്ടല്ലേ? എന്നെ ഇത് നീ ഞാനതിന്റെ വിചാരം കുറെ നാളായി 12 കോടി രൂപ ആസ്തിയുള്ള ഒരാളാണ് ഞാൻ. മനസ്സിലാക്കണം? ഞാൻ ആരാണെന്ന് നീ മനസ്സിലാക്കണം. വൃത്തികെട്ടവനെ കാശും മേടിച്ചിട്ട് എന്നെ ഒരുമാതിരി പൊട്ടനാക്കാൻ നിൽക്കുന്നത്. അമ്മച്ചീനി അങ്ങോട്ട് കൊണ്ടുപോകണം. തിരുവനന്തപുരം ടീമിന്റെ ബാല എപ്പോ തുടങ്ങും? ബാല ഞാനിപ്പോ തുടങ്ങും. ഞാനിപ്പോ കർത്തപ്പൊക്കി കാണിച്ചു കഴിഞ്ഞാൽ ബാല അപ്പൊ തന്നെ തുടങ്ങും. ഞാൻ പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്ന എന്റെ ദൈവം ഇത് എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് യൂറോപ്പിലേക്കല്ലേ പോണ്ടേ? അതെ. ഒരു കാര്യം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തുവാ? യൂറോപ്പല്ല, പിന്നെ വേറൊരു റോപ്പ്. എന്തിന്? ഇതിനെ കൊന്നേന്. അയ്യോ, ഇത് ചത്തിട്ടില്ല വക്കീലേ.